നമ്മുടെ രാജ്യം അതിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പിറന്ന ഈ മണ്ണ് നമുക്ക് ഓരോരുത്തർക്കും അത്രമേൽ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ പൂർവികരുടെ വിയർപ്പും രക്തവും അലിഞ്ഞു ചേർന്ന ഒരു മണ്ണാണിത്. ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ചരിത്രം അറിയുക എന്നുള്ളത് വർത്തമാനകാലത്ത് നിലപാടുകളും അതേപോലെ തന്നെ കാഴ്ചപ്പാടുകളും രൂപീകരിക്കുന്നതിൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേശരാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് 1947-ലാണ്. ആ സമയം വരേക്കും ഇന്ത്യ എന്ന് പറയുന്ന ഈ സങ്കല്പം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം അനേകം നാട്ടുരാജ്യങ്ങളായിരുന്നു. പല കാലഘട്ടങ്ങളിലായി പല രാജാക്കന്മാർ ഭരിച്ച പലതരം പ്രദേശങ്ങൾ അല്ലെ, ചോള സാമ്രാജ്യവും അതുപോലെ തന്നെ ഗോരികളും അതേപോലെ തന്നെ മുഗളന്മാരും ചേരന്മാരും അതേപോലെ തന്നെ മറാഠ അതേപോലെ തന്നെ തിരുകൊച്ചി, തിരുവിതാംകൂർ, മലബാർ, ഇങ്ങനെയുള്ള പല ചെറിയതും വലുതുമായ വലിയ വലിയ സാമ്രാജ്യങ്ങൾ പോലെയുള്ള വലിയ രാജ്യങ്ങളായിട്ടും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുമായും ഒക്കെ ചിതറിക്കടന്ന പ്രദേശങ്ങളായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രദേശം എന്ന് നമുക്കറിയാം. അവിടെ പലതരത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള വെറും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജനങ്ങളെ ചൂഷണം ചെയ്ത ഭരണാധികാരികളുണ്ടായിരുന്നു, ജനങ്ങൾക്ക് ക്ഷേമത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചവരുമുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ചരിത്ര കാലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും മുഗളന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന GDP ഇന്ത്യക്കായിരുന്നു അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിനായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. നിരന്തരമായ അന്താരാഷ്ട്ര കച്ചവട ബന്ധങ്ങളും അതേപോലെ തന്നെ അറബികളുമായുള്ള കച്ചവടങ്ങളും എല്ലാം നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് അധിനിവേശങ്ങളുടെ ചരിത്രമാണ്. 1498 മെയ് 20-ാം തീയതിയാണ് കോഴിക്കോട് കാപ്പാടേക്ക് പോർച്ചുഗീസ് പട അവിടേക്ക് എത്തുന്നത് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ. പക്ഷേ അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ളൊരു അധിനിവേശ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള വരവായിരുന്നു. അതിനു മുമ്പ് അറബികളൊക്കെ ഇങ്ങനെ ട്രേഡ് നടത്തി പോകുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് അധിനിവേശ ലക്ഷ്യങ്ങളില്ലായിരുന്നു. പക്ഷേ പോർച്ചുഗീസ് പട എത്തിയത് കൃത്യമായ അധിനിവേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. അവിടെയാണ് സാമൂതിരിയും പടയും അതിനെതിരെ രംഗത്ത് വരുന്നത്. അവിടെ സാമൂതിരി ഹൈന്ദവരായ ആളുകളും മുസ്ലിങ്ങളായ ആളുകളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് പറങ്കിപ്പടക്കെതിരായിട്ട് പോരാടിയത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് സവിശേഷമായി കാണാൻ പറ്റുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് അതിൻ്റെ മതപരമായ ഒരു ബാധ്യതയായി കൂടി മുസ്ലിം പണ്ഡിതന്മാർ ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ചരിത്രം പൊതുവായി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ പറങ്കിപ്പട ഇവിടേക്ക് എത്തി ഇവിടേക്ക് അധിനിവേശം നടത്തുമ്പോൾ സാമൂതിരിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അധിനിവേശത്തിനെതിരായി പോരാടണം എന്ന് പറയാൻ സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. അതിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചത് സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി, പിറന്ന നാടിനു വേണ്ടി അധിനിവേശത്തിനെതിരായി പോരാടുക എന്ന് പറയുന്നത് ജിഹാദാണെന്നാണ്. അപ്പോൾ ഓരോരുത്തരും ജിഹാദ് ചെയ്യാൻ രംഗത്ത് വരണം, ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥ, സാമൂതിരിക്ക് വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വീണ്ടും അതിനുശേഷവും ഒരുപാട് പാശ്ചാത്യ ശക്തികളുടെ അധിനിവേശങ്ങൾക്ക് നമ്മുടെ നാട് പാത്രീഭൂതമായിട്ടുണ്ട്. അതിനുശേഷം അവസാനം ബ്രിട്ടീഷ് അധിനിവേശം വളരെ വ്യാപകമായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശങ്ങളിലൂടെ വളരെ വ്യാപകമായി നമ്മുടെ നാട് അഭിമുഖീകരിച്ചു. അവിടെ നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ടത് ബംഗാളിൽ സിറാജുദ്ദൗലയും അതേപോലെ തന്നെ മൈസൂരിൽ ടിപ്പു സുൽത്താനും അതിശക്തമായ രൂപത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിൻ്റെ ചരിത്രം അത്രയും അഭിമാനത്തോടു കൂടിയാണ് ഓരോ ഇന്ത്യക്കാരനും വായിക്കാൻ സാധിക്കുക. അങ്ങനെ അവസാനം 1799 ടിപ്പു രക്തസാക്ഷിയാകുമ്പോൾ ആ ടിപ്പുവിൻ്റെ മയ്യത്തിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വിളിച്ചു പറയുന്ന ഒരു കാര്യം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ത്യ ഇനി മുതൽ ഞങ്ങളുടേതാണ് എന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. കാരണം അത്രമേൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായി പ്രതിരോധം തീർത്ത ഒരു വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് അനേകം നാട്ടുരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് വ്യാപിക്കുകയും ഏറ്റവും അവസാനം 1803 ആകുമ്പോഴേക്ക് ഡൽഹി അടക്കം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വളരെ കൃത്യമായി ഓരോ നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിട്ടും അല്ലാതെയും പല മേഖലകളിലായിക്കൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം പലതരത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും അവസാനം 1803 ഡൽഹി ബ്രിട്ടീഷുകാർ കീഴടക്കുമ്പോൾ അവിടെ മുസ്ലിം പണ്ഡിതന്മാർ അവിടെ ഏറ്റെടുത്തൊരു വലിയൊരു ദൗത്യമുണ്ട്. മഹാനായ ഷാഹ് അബ്ദുൽ അസീസ് അദ്ദഹ്ലവി അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്, രാജ്യമിത അടിമത്തത്തിലേക്ക് വീണിരിക്കുന്നു, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മതപരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു
പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ കേവലമായ പ്രഖ്യാപനം നടത്തി ഒതുങ്ങിക്കൂടുകയല്ല, മറിച്ച് ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സയ്യിദ് അഹമ്മദ് ഷഹീദും ഷാഹ് ഇസ്മായിൽ ഷഹീദും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളടങ്ങുന്ന മുസ്ലിം പണ്ഡിതന്മാർ അതിനുശേഷം ഇന്ത്യയൊട്ടുക്കും സഞ്ചരിക്കുകയാണ്. ഈ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായി പോരാടൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇന്ത്യയൊട്ടുക്കും അവർ സഞ്ചരിക്കുകയും ത്യാഗസന്നദ്ധരായ യുവാക്കളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആയിരക്കണക്കിന് പോരാളികളുമായി അവർ അതിർത്തിയിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെയാണ് ബലാക്കോട്ടിൽ വെച്ച് അതിശക്തമായൊരു പോരാട്ടം നടക്കുന്നതും ഒരുപാട് ആളുകൾ, മുസ്ലിം പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ ഷഹീദാകുന്ന, രക്തസാക്ഷിത്വം വഹിക്കുന്ന ഒരവസ്ഥ. പിറന്ന നാടിനു വേണ്ടി അത്തരത്തിലുള്ള രക്തം കൊടുത്തുകൊണ്ട് അവർ പോരാടുകയാണ്. അതിനുശേഷം പിന്നീട് ആ ഒരു പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ പണ്ഡിത നേതൃത്വത്തിന് പരാജയമാണ് സംഭവിക്കുന്നത്. അവിടെ ഒരുപാട് പണ്ഡിതന്മാർ ഷഹീദാകുന്നു, രക്തസാക്ഷികളാകുന്നു. പിറന്ന മണ്ണിൽ ജീവിക്കാൻ അധിനിവേശത്തിനെതിരായി പോരാടിയതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നു. ഒരുപാട് ആളുകളെ നാടുകടത്തുന്നു, ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടി അത് ശിഥിലമാവുകയാണ്. പക്ഷേ അവിടെ ബാക്കിയായ മുസ്ലിം പണ്ഡിതന്മാർ അവർ പിന്നീടും ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ 1803 അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യയൊട്ടുക്കും അവർ സഞ്ചരിക്കുകയും നിരന്തരം പോരാട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ സമരത്തിനു വേണ്ടി ആളുകളെ റെഡിയാക്കുകയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുന്ന സമരം രൂപീകരിക്കപ്പെടുന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെയൊക്കെ ഞാൻ ഈ പറയുന്നത് ഒരു ഭാഗത്ത് മുസ്ലിം പണ്ഡിതന്മാർ നയിച്ച സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥ പറയുമ്പോൾ അതേപോലെ തന്നെ ഹൈന്ദവ ഭാഗത്തു നിന്നും ഹിന്ദുക്കളായ ആളുകളും നിരന്തരമായി കൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ പിറന്ന നാടിനു വേണ്ടി ഈ ബ്രിട്ടീഷ് അടിമത്വ വ്യവസ്ഥക്കെതിരായിട്ട് അല്ലെങ്കിൽ അധിനിവേശത്തിനെതിരായി ഹൈന്ദവരായ ആളുകളും പോരാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1857 ആകുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ആ സമരത്തിലേക്ക് എത്തുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിലൂടെയാണ്. എന്ന് വെച്ചാൽ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും അനേകം പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് രക്തം ഒഴുക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പിറന്ന നാടിനു വേണ്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതിലും ഒരുപാട് തരത്തിലുള്ള നഷ്ടം ഇന്ത്യക്കാരായ നമ്മുടെ നാടിനു വേണ്ടി ഇന്ത്യക്കാരായ ആളുകൾക്ക് വീണ്ടും പലതരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ദുർബലമായ പലതരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പല നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിട്ടും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, സമരങ്ങൾ, അതേപോലെ തന്നെ പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനുശേഷം പ്രത്യേകിച്ചും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നാൽ തങ്ങളുടെ അധിനിവേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്ന ബോധ്യത്തിൽ നിന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ ഇറക്കിയ പ്രധാനപ്പെട്ട കാർഡാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. അത് അവർ ആദ്യം തൊട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ ശക്തമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലായി നടന്ന ഇത്തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങളെ വർഗീയവൽക്കരിക്കാൻ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ മലബാർ സമരം എന്ന് പറയുന്നത്. മലബാറിൽ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരാണ് ആ സമരം. ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന ജന്മിമാർക്കെതിരായിട്ടും സ്വാഭാവികമായിട്ടും ആ സമരം എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സമരത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായും പരിശുദ്ധാണെന്നും ആർക്കും വാദമില്ല. പലതരത്തിലുള്ള ഒരു പോരാട്ടമാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, തെറ്റായ കാര്യങ്ങളടക്കം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ബ്രിട്ടീഷുകാർക്കും അവരുടെ വിധേയരായി നിൽക്കുന്ന ആളുകൾക്കും എതിരായ സമരമായിരുന്നു. പക്ഷേ അത് വളരെ സമർത്ഥമായ രൂപത്തിൽ ഹിന്ദു മുസ്ലിം കലാപമാക്കി മാറ്റാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ, അത് പല ആളുകളെയും വിശ്വസിപ്പിക്കാൻ, ചരിത്രത്തിൽ അത്തരം രേഖകൾ ഉണ്ടാക്കാൻ. ഇന്നും നമുക്കറിയാം മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രപരമായി അത് വർഗീയ സമരമാക്കി അല്ലെങ്കിൽ വർഗീയ കലാപമാക്കി മാറ്റാൻ ഇന്നും പല ആളുകളും ഉദ്ധരിക്കുന്നത് ബ്രിട്ടീഷ് ചരിത്രമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ആവശ്യം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെയാണ് അല്ലെങ്കിൽ അവർ തമ്മിലടിക്കേണ്ടവരാണ് എന്ന് വരുത്തി തീർക്കൽ ബ്രിട്ടീഷുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ചരിത്രം എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ബംഗാളിൽ നടന്നതും ഈ സന്യാസി ഫക്കീർ കലാപത്തെ അടക്കം ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രാദേശികമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് വരുന്ന സമരങ്ങളെ അടക്കം ഹിന്ദു മുസ്ലിം കലാപങ്ങളാക്കി മാറ്റി എഴുതാൻ, ചരിത്രത്തെ വക്രീകരിക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ, അങ്ങനെ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിന് ഒരു മാറ്റമുണ്ടാകുന്നത് പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വരുമ്പോഴാണ്. ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവും ഒരുമിച്ച് നിന്നുകൊണ്ട് രണ്ട് കണ്ണുകൾ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് കണ്ണുകൾ പോലെ
അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം വരുമ്പോഴാണ് പിന്നീട് അതിനൊരു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, അത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പൂർവികരായ ആളുകൾ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് പിറന്ന നാടിനു വേണ്ടി പോരാടി നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ആ സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ ആ പോരാട്ടത്തെ അതിനെ ദുർബലപ്പെടുത്താൻ പല ആളുകളും കണ്ട ഒരു വഴി ഡിവൈഡ് ആൻഡ് റൂളാണ്. അത് ഇപ്പോൾ ആരെങ്കിലും ആ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അവരുടെ ഉദ്ദേശവും ഈ പറഞ്ഞ രൂപത്തിൽ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി സമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഞാൻ പ്രധാനമായിട്ടും കൂടുതൽ ഉദ്ധരിച്ചത് മുസ്ലിം പണ്ഡിതന്മാരെയും പിന്നെ ഇത്തരത്തിലുള്ള മുസ്ലിം പോരാട്ടങ്ങളെയുമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, ഇത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, മറുഭാഗത്ത് ഹൈന്ദവരായ ആളുകളും ഹൈന്ദവരായ സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരുപാടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ഒരുമിച്ച് നമുക്ക് വലിയ ലിസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹിയിൽ, അതേപോലെ തന്നെ അന്തമാനിൽ ഒക്കെ നമുക്ക് ആ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പോരാടുമ്പോൾ ഇതിനെ ഒറ്റുകൊടുത്ത ചില ആളുകളുമുണ്ട്. അതും ചരിത്രം പഠിക്കുമ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതടക്കം നമ്മുടെ ആലോചനയിലും ചിന്തയിലും വരേണ്ടത് നിർബന്ധമാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഊർജം എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത് ഇല്ലാതാക്കേണ്ടതല്ല, മറിച്ച് നമുക്ക് ചില ആഭ്യന്തര ശത്രുക്കളുണ്ട്, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, മിഷണറിമാർ, ഇങ്ങനെയുള്ള ഈ 3 ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടാണ് നമുക്ക് പോരാടാനുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത് ഇല്ലാതാക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് ഊർജ്ജ സംരക്ഷണ നിയമവുമായി വന്ന ചില ആളുകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആദ്യമുണ്ടാവുകയും എന്നാൽ പിന്നീട് ജയിലിലായതോടുകൂടി മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വിധേയരായിക്കൊണ്ട് നിലനിൽക്കാം എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്ത സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾ യഥാർത്ഥത്തിലുണ്ട്. അത്തരക്കാരായ ആളുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് അങ്ങനെ ചരിത്രമുള്ള ആളുകൾ ഏറ്റവും അവസാനം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ആ വിഭാഗം ആളുകൾ അവരിപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ഈ രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വരുമ്പോൾ ചരിത്രം ഓർമ്മിപ്പിക്കേണ്ടി വരും എന്ന് മാത്രം. കാരണം ഞങ്ങളുടെ ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാർ രക്തവും വിയർപ്പും കൊടുത്തുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എല്ലാം മറന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി എടുത്തു ചാടി രംഗത്ത് വന്ന ആളുകളാണ്. ആ മുസ്ലിം സമുദായത്തിന് ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസപരമായി പിന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ, അതിൻ്റെയൊക്കെ കാരണങ്ങളിൽ പലതും ഈ പറഞ്ഞ രൂപത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി എല്ലാം മറന്ന് എല്ലാം ത്യജിച്ചുകൊണ്ട് പോരാടിയതിൻ്റെ ഫലമാണ് പലപ്പോഴും മുസ്ലിങ്ങൾ ഇന്നടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും. അങ്ങനെ എല്ലാം മറന്ന് പോരാടി ഈ നാടിനു വേണ്ടി ജീവൻ കൊടുത്ത ആ പൂർവ്വ പിതാക്കന്മാരുടെ പരമ്പരയിൽപ്പെടുന്ന ഞങ്ങളോട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾ, മാപ്പ് കൊടുത്ത് പിന്മാറിയ ആളുകൾ, അവർ ഞങ്ങളോട് തിരിച്ച് രാജ്യസ്നേഹം തെളിയിക്കാൻ പറയുമ്പോഴാണ് പലപ്പോഴും സാധാരണക്കാരായ ഹൈന്ദവരും മുസ്ലിങ്ങളും തിരിച്ച് അവരോട് ഷൂ നക്കിയ കഥയൊക്കെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഷൂ നക്കിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ മാപ്പ് എഴുതി കൊടുത്തതൊക്കെ ഉണ്ട്, അതൊക്കെ ചരിത്രപരമായി സംഭവിച്ചതാണ്. അവരുടെ പിന്മുറക്കാർക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും പൂർണ്ണ പൗരന്മാരാണ്, യാതൊരു സംശയമില്ല. അവരൊരു പക്ഷേ അധികാരത്തിലടക്കം വരുന്നുണ്ട് അല്ലേ, പക്ഷേ അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാജ്യത്തിനു വേണ്ടി, പിറന്ന നാടിനു വേണ്ടി ജീവൻ കൊടുത്ത ആളുകളെ തിരിച്ചിങ്ങോട്ട് നിന്നുകൊണ്ട് അവരുടെ രാജ്യസ്നേഹം അളക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത്തരക്കാരായ ആളുകളോട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ പൊതുവായി മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ബ്രിട്ടീഷുകാരും ഈവൻ പോർച്ചുഗീസുകാരടക്കം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ കേവലമായ ഈ അധിനിവേശം എന്നുള്ളത് മാത്രമായിരുന്നില്ല അവർ ചെയ്തിരുന്നത്, മറിച്ച് മതപരമായ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ കൂടെ തന്നെ വ്യത്യസ്തമായ മിഷനറി സംഘങ്ങളടക്കം ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ മിഷനറി സംഘങ്ങൾ നിരന്തരമായി ഹൈന്ദവരെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളെയും പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമായി അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുകയും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആശയപരമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭരണകൂടത്തിൻ്റെ എല്ലാ തണലോടുകൂടി തിരിച്ചുള്ള പ്രതികരണങ്ങൾ സാധ്യമല്ലാത്ത രൂപത്തിലടക്കം ചെയ്ത ചരിത്രമടക്കം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകിച്ചും മിഷണറിമാർ നേരിട്ടൊരു പ്രശ്നം മുസ്ലിങ്ങളെ
പ്രത്യേകിച്ചും ഏകദൈവ വിശ്വാസികളെ ഇവരുടെ ഈ ത്രിയേകത്വം മനസ്സിലാക്കിപ്പിക്കാനുള്ള പ്രയാസമൊക്കെ ഈ മിഷണറിമാർ എഴുതുന്നതായി അവരുടെ കത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ വന്ന് ബംഗാളി മുസ്ലിങ്ങൾക്ക് പോലും ഈ പറഞ്ഞ ത്രിയേകത്വം എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രയാസമൊക്കെ അവർ എഴുതുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരേ സമയത്ത് പിറന്ന നാടിനു വേണ്ടിയുള്ള ജീവൻ കൊടുത്തുകൊണ്ടുള്ള പോരാട്ടവും, മറുഭാഗത്ത് ആശയപരമായി ഈ മിഷണറിമാരൊരുക്കുന്ന ഈ വിമർശനങ്ങൾക്കും അതേപോലെ തന്നെ ആശയപരമായ സംവാദങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളതും മുസ്ലിം പണ്ഡിതന്മാർ ഒരേ സമയത്ത് ചെയ്തതായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു മഹാനായ മൗലാന റഹ്മത്തുള്ള ഖൈറാനബി എന്ന് പറയുന്നത്. റഹ്മത്തുള്ള ഖൈറാനബി അന്ന് മിഷണറിമാരെന്ന് പറയുന്ന എല്ലാവിധ സർവ്വ സന്നാഹങ്ങളുമായി ഇസ്ലാമിനെതിരെ, അതായത് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളിലൂടെ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു ആ രൂപത്തിൽ തന്നെ ഖുർആനിലുണ്ടെന്നും, ഖുർആൻ നിങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തു, ഖുർആനിൽ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം, ആ യേശുക്രിസ്തു ക്രൈസ്തവർ പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിനെ അടക്കം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ക്രൈസ്തവ മിഷണറിമാർ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തണലിൽ പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലേക്ക് പ്രബോധനം ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിലടക്കം, കേരളത്തിലടക്കം അതിനുവേണ്ടിയുള്ള സംഘങ്ങൾ, മിഷണറി സംഘങ്ങളുണ്ടായിരുന്നു. അവിടെ റഹ്മത്തുള്ള ഖൈറാനബി എഴുതിയ ഇൽഹാറുൽ ഹഖ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് വിരചിതമായിട്ടുള്ള ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇന്നും മിഷണർമാർക്കെതിരായിട്ടുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമായിക്കൊണ്ട് ഇൽഹാറുൽ ഹഖ് ഇന്ത്യയുടെ സംഭാവനയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. 1854 റഹ്മത്തുള്ള ഖൈറാനബിയും അതേപോലെ തന്നെ മിഷണറിമാരും തമ്മിലുള്ള സംവാദമടക്കം നടക്കുന്നത്. അതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ വിജയമായി നമുക്ക് രേഖപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മക്തി തങ്ങളെ പോലെയുള്ളവർ, മക്തി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥം രാജിവെച്ചുകൊണ്ടാണ് മിഷണറിമാരുടെ ഈ തെറ്റിദ്ധരിപ്പുകൾക്ക് മറുപടി പറയാൻ വേണ്ടി രംഗത്ത് വരികയും കഠോര കുടാരം അതേപോലെ തന്നെ നബി നാണയം പോലെയുള്ള ഗ്രന്ഥങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരേ സമയത്ത് ജീവൻ കൊടുത്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്തണം, പിറന്ന നാടിനു വേണ്ടി പോരാടണം എന്ന ഒരു കർത്തവ്യം, അതേ സമയത്ത് മിഷണറിമാരൊരുക്കുന്ന ആശയപരമായ വിമർശനങ്ങൾക്കും വെല്ലുവിളികൾക്കും മറുപടി പറയുക ചെയ്യുന്നതും, ഇത് രണ്ടും വളരെ സുന്ദരമായിക്കൊണ്ട് നടപ്പിലാക്കിയ മുസ്ലിം പണ്ഡിതന്മാരെ നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യക്ക് വേണ്ടി, പിറന്ന നാടിനു വേണ്ടി മുസ്ലിങ്ങൾ പോരാടുമ്പോഴും അവർക്ക് കൃത്യമായൊരു ആദർശമുണ്ട്. പിറന്ന നാടിനു വേണ്ടി പോരാടാനടക്കം അവരെ പ്രാപ്തരാക്കിയത് ആ ജിഹാദ് എന്ന് പറയുന്ന പിറന്ന നാടിനു വേണ്ടി പോരാടണമെന്ന ആ ഒരു മതപരമായ ചിന്ത കൂടിയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ മതപരമായ ചിന്ത ഒരിക്കലും തന്നെ അവർ നാടിന് വിരുദ്ധരാക്കുകയല്ല, നാടിനു വേണ്ടി പോരാടാനാണ് അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ആശയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വന്നില്ല പിറന്ന നാടിനു വേണ്ടി പോരാടാൻ. ഈ പറഞ്ഞ രൂപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഇസ്ലാമിക ദർശനത്തിനു വേണ്ടിയുള്ള സംവാദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഐക്കണുകളായി നമ്മൾ പറയാറുള്ളത് ഹിന്ദുവായ മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ ഒരു അഗ്നോസ്റ്റായിട്ടുള്ള ഒരു ദൈവവിശ്വാസിയല്ലാത്ത നെഹ്റുവും അതേപോലെ തന്നെ മുസ്ലിമായിട്ടുള്ള ഖുർആൻ പരിഭാഷകനായിട്ടുള്ള അബുൽ കലാം ആസാദുമാണ്. ഈ അബുൽ കലാം ആസാദ് ഒരിക്കൽ പോലും ഹേ റാം എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുമില്ല. ഗാന്ധിജിയെ കൊണ്ട് ഒരിക്കൽ പോലും നിസ്കരിപ്പിക്കണമെന്ന് അബുൽ കലാം ആസാദിന് തോന്നിയിട്ടില്ല. ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെന്ന നിലക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഇതാണ് നമ്മുടെ പൂർവികർ, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഒക്കെ പൂർവികരായ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഇന്ത്യ എന്ന സങ്കല്പം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ രാജ്യസ്നേഹം അളക്കാൻ ചില ക്രൈറ്റീരിയകൾ, ലിറ്റ്മസ് ടെസ്റ്റുകൾ കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അതിലടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ ഇന്ത്യക്കാരനാകാൻ ഒരു മുസ്ലിമിന് സാധ്യമാകും. ഞങ്ങളുടെ പൂർവികർ പോരാടി നേടിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ രാജ്യസ്നേഹം തെളിയിക്കാൻ ഞങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്നോ? അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഭരണഘടന ഞങ്ങൾക്ക് തരുന്നൊരു അവകാശമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തരുന്നൊരു അവകാശമുണ്ട്. അതെന്താ? ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും അത് ആചരിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ച സട്ടാവിനല്ലാതെ, ഉടയ തമ്പുരാൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരാൾക്കും ഒരു തരത്തിലുള്ള ആരാധനയും അർപ്പിക്കില്ല എന്നുള്ളതാണ് ആ വിശ്വാസം. അത് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മുഹമ്മദ് നബിയെ ആരാധിക്കാൻ പാടില്ല ഇസ്ലാമിൽ. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട പ്രവാചകനാണ് യേശു ക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം. ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പാടില്ല.
ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി ആകട്ടെ, യേശു ക്രിസ്തു ആകട്ടെ, മോശ പ്രവാചകനാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, പശുവാകട്ടെ, കുതിരയാകട്ടെ, ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. അതിൻ്റെ എല്ലാം സട്ടാവിനെ അല്ലാതെ, ഉടയതമ്പുരാനെ അല്ലാതെ മറ്റൊരാൾക്കു മുമ്പിലും ആരാധനയുടെ ഭാഗമായ ഒന്നും അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഒരു മുസ്ലിമിനുണ്ട്. ആ മുസ്ലിമിനെ കൊണ്ട് ലക്ഷ്മി ദേവിയെ, ദുർഗാദേവിയെ ആരാധിക്കുന്ന വരികൾ പാടിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിമിന് അവൻ്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം എന്നുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും ലക്ഷ്മി ദേവിയിൽ, ദുർഗാദേവിയിൽ വിശ്വസിക്കാം, അത്തരത്തിലുള്ള സങ്കല്പങ്ങളിൽ വിശ്വസിച്ച് അതിന് ആരാധനകൾ പറയാം, അതിനെ ആരാധിക്കുന്ന വരികൾ പാടാം, ഒക്കെ ചെയ്യാം. അതിനൊക്കെ പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന, എല്ലാത്തിനും സൃഷ്ടിച്ച സട്ടാവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന് അങ്ങനെ ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. അതാണ് നമ്മുടെ പൂർവിക. അതുകൊണ്ടാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർണ്ണമായി വേണ്ടതില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി ദേശീയഗാനമാക്കേണ്ടതില്ല എന്ന രൂപത്തിൽ ഇത്രയും കാലം അത്തരത്തിലുള്ളൊരു സമീപനം നമ്മുടെ രാജ്യം എടുക്കാൻ കാരണം തന്നെ അതാണ്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 വരികൾ ദേശഭക്തിയാണെങ്കിൽ ബാക്കി ഹിന്ദു ആത്മീയതയാണെന്ന് പറഞ്ഞല്ലോ. ആ ഹിന്ദു ആത്മീയത എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ ആ വരികൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ശരിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പൂർവികരായ ആളുകൾ അവരുടെ മതവിശ്വാസങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ആളുകൾ ഇന്ന് മറ്റ് ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രാജ്യസ്നേഹമാവുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുമ്പോൾ കൃത്യമായി നാം ഈ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്, ചരിത്രാവബോധം ഉള്ളവരാകേണ്ടതുണ്ട്. എന്താണ് ഇന്നലകളിൽ സംഭവിച്ചത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്, അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയിൽപ്പെട്ടതാണ് പിറന്ന നാടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം ആരുടെയെങ്കിലും മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ട്, നിർബന്ധിപ്പിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. അങ്ങനെയല്ല നമ്മുടെ പൂർവികർ നമ്മോട് പറഞ്ഞത്. ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കട്ടെ. ആ രൂപത്തിൽ പിറന്ന നാടിനോടുള്ള സ്നേഹം ഓർഗാനിക്കായിട്ട് തന്നെ ഉണ്ടായി അങ്ങനെയാണ് ഒരു സമൂഹം രൂപപ്പെടേണ്ടത്. അല്ലാതെ കേവലമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങളിലൂടെ അല്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ ഇന്ത്യ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതുതായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിക്കാൻ അന്ന് ബ്രിട്ടീഷുകാർ ശ്രമിച്ച അതേ ശ്രമം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ആ ആശംസകളിൽ ഒതുങ്ങാതെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ, സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം പഠിക്കാനുള്ള ഒരു അവസരമായി ഈ ദിനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.